ഷഫീഉനാ വഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ എന്തോ പറയില്ല പേര് കേൾക്കുമ്പോ, എന്താ പറയാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആദ്യം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, പ്രയാസപ്പെടരുത്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന നിങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുന്ന എന്നെക്കുറിച്ചും ഒരു പക്ഷേ ഈ നാട്ടിലുള്ള, ഇവിടെ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഈ നാട്ടിലുള്ള ചില സാധാരണക്കാരായ ആളുകൾക്കുള്ള ചില തെറ്റിദ്ധാരണകൾ. അതിലൊരു തെറ്റിദ്ധാരണ തരങ്ങൾ, ഇവർ സ്വലാത്ത് ചൊല്ലാത്തവരാണെന്ന്, ഇവർക്ക് സ്വലാത്തില്ല എന്നാണ്, ഇവർ മുഹമ്മദ് നബിയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലാറില്ല എന്ന്. നമുക്കല്ലേ അറിയുള്ളൂ ചൊല്ലുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, നമ്മളല്ലേ ഇത് ഉണ്ടോ ഇല്ലേ എന്ന് പറയാ. അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതേ, ഞങ്ങളും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ സദസ്സ് തുടങ്ങി 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഈ സമയത്ത് എനിക്ക് നിങ്ങളോടൊരു വസിയ്യത്തുള്ളത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മജ്ലിസിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് വസിയ്യത്തുള്ളത്, നിങ്ങളെ മരണം വരെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനായി നമ്മൾ മാറാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമൊക്കെ ഉണ്ടോ? അതേ കൂട്ടരെ, ഞങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്, ഞങ്ങളതാണ് പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ട്, അത് തിരുത്തേണ്ടത് അത്യാവശ്യം കൂടിയാണ്. പക്ഷെ ഒരു ധാരണ ഉണ്ടെന്താ, മുഹമ്മദ് മുസ്തഫ എന്ന് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി എന്ന് വായിക്കുമ്പോൾ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഹമ്മദ് നബി ഇല്ലേ എന്ന് ഇവിടുത്തെ ഒരു അമുസ്ലിം സുഹൃത്ത് നമ്മളോട് പറയുമ്പോൾ നമ്മൾ വായ തുറന്നിട്ട് പറയും, നീയത്തല്ല, ഒച്ചട്ടിട്ടുമല്ല, ആളെ കൂട്ടിയിട്ടുമല്ല, അവനാന്റെ ജസദ് ബോഡി കേൾക്കുന്ന രീതിയിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്, അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ ഖുർആനിലെ കൽപ്പനയാണ്. അൽ അല്ലാമത്ത് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു, മഹാപണ്ഡിതനാണ്, മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞത്, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ, വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ് മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ എന്നാണ്. അപ്പൊ നമ്മൾ ചൊല്ലുന്നവരാണ്, പക്ഷെ നമ്മൾ കച്ചവടാക്കാറില്ല എന്ന് മാത്രം. അത് മറ്റൊരു വിഷയം നമ്മൾ പറയും. എനിക്ക് നിങ്ങളോടൊരു വസിയ്യത്തുള്ളത്, നിങ്ങൾ മുഹമ്മദ് മുസ്തഫയുടെ പേര് എവിടെ കേൾക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലണം എന്നാണ്. തെറ്റിദ്ധാരണ നമ്മൾ തീർത്തേണ്ടതുണ്ട്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു പോയത്, അല്ലാഹുവേ, ആഖിറത്തിൽ ജീവിതമല്ലാതെ